Please come on to the stage. നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ ഓണർ ചെയ്യാം. And I'd like Ramdas sir, please come on to the stage. കയ്യടികളില്ല കേട്ടോ. നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. Union Minister of Social Justice and Empowerment, Ramdas Attamale sir on stage. അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കാൻ മൂവിയുടെ ഡയറക്ടർ സുനിൽ സർ ആണ് പൊന്നാടി അണിയിക്കുന്നത്. അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് ആദരിക്കാൻ let me welcome the next person, തൃശൂർ രാഗം തിയേറ്ററിൽ നിന്നും സുനിൽ സർ. Please come on to the stage. And we have Director Kannan Thamirakulam sir. Please come on to the stage, sir. Next, I would request actor producer Badshah sir. Please come on to the stage, sir. Rajeshri Films in a representative, Ramesh Kumar sir. Please do the honors. Producer Anil Matthew sir, to do the honors. Distributor Baburaj sir. Now we have Major Ravi sir. Please do the honors, sir. And now, to do the honors, നമ്മുടെ ഡയറക്ടറുടെ സ്വന്തം mentor plus actor Adam Ayub sir. Please come on to the stage, sir. Next, we have from JKR Films, Jayant Kumar sir. Director Sergeant sir. Now we have Neena Kurupu ma'am. Ma'am, please come on to the stage. Next we have Ansar Kalabhavan sir. And finally Rishma Vinod to do the honors. Please, ma'am.
Now I welcome Miss Chandini onto the stage. Finally, നമ്മുടെ നായകൻ Arun Kumar, please come on to the stage. So I think with all his blessings, let's start the event officially. So thank you so much for being here. That is our Honorable Union Minister of Social Justice and Empowerment, Ramdas Athavale sir, on the stage. The director of the movie, Sunil sir, on to the stage. Sir, please. നമസ്കാരം. സ്വാഗതം നല്ലൊരു വാക്കാണ്. ആദ്യമായി ഈ ഭൂമിയാണ് നമ്മളെ സ്വാഗതം ചെയ്തത് നമ്മളെ ജീവിതത്തിലേക്ക്. പിന്നീട് ഒരുപാട് ജീവിത മുഹൂർത്തങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓരോ സ്വാഗതത്തിലൂടെയും നമ്മളിപ്പോൾ ഇതാ കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സ്വാഗതം. കേക്ക് സ്റ്റോറി എന്ന സിനിമ ഇപ്പം മധുരം ഇഷ്ടമില്ലാത്ത ആരുമില്ല. ഇപ്പോൾ ഇത്തിരി ഡയബറ്റിക് ഉണ്ടെങ്കിൽ പോലും മധുരത്തോടാണ് കൂടുതൽ ഇഷ്ടം. എനിക്കുണ്ട് ഡയബറ്റിക്, എന്നാലും എനിക്ക് മധുരം കഴിക്കാതിരിക്കാൻ വയ്യ. ഇവിടെ മധുരമാണ് ഈ കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മധുരമാണ്, പ്രണയത്തിൻ്റെ മധുരമാണ്, സൗഹൃദത്തിൻ്റെ മധുരമാണ്, നിറങ്ങളുടെ മധുരമാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ മനോഹാരിതയാണ് കേക്ക് സ്റ്റോറിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പൊ മധുരവും കേക്കിന്റെ മധുരവും, കേക്ക് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല, എല്ലാവർക്കും കേക്ക് ഇഷ്ടമാണ്. കേക്കിന്റെ മധുരവും സിനിമയുടെ മധുരവും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാണ് ഇവിടെ. അപ്പൊ രണ്ട് മധുരങ്ങളും ചേർന്നാണ് ഞങ്ങൾ കേക്ക് സ്റ്റോറി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനൊരു പിന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. കോവിഡ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മകൾ വേദ എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അച്ഛാ കോവിഡിന്റെ സമയത്ത് എല്ലാ വീടുകളും എന്ന് പറഞ്ഞോളം തന്നെ ഹോം ബേക്കിംഗ് തുടങ്ങി. എല്ലാ വീടുകളിലും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് കേക്കിനെ ആധാരമാക്കി ഒരു സിനിമ ഉണ്ടായിക്കൂടാ? ഞാൻ അവളോട് പറഞ്ഞു, ഈ ഒരു സബ്ജക്റ്റ് പറയുന്നു. അവൾ പറഞ്ഞ സബ്ജക്റ്റ് എനിക്കത് മനോഹരമായിട്ട് തോന്നി. അങ്ങനെ ഞാനത് എല്ലാവരോടും പറഞ്ഞു, എൻ്റെ അടുത്ത ആൾക്കാരോട് പറഞ്ഞു. ഒരിക്കൽ ഞാൻ ബാദുഷിയോട് പറഞ്ഞു, ബാദുഷി പറഞ്ഞു, ചേട്ടാ നല്ല സബ്ജക്റ്റാണ്, നമുക്ക് പടം വെക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊരു പ്രൊജക്റ്റിലേക്ക് ഇറങ്ങുകയാണ്. ആ സിനിമ യാഥാർത്ഥ്യമാവാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. 1.5-2 വർഷം കുറച്ച് സമയമെടുത്തു. നന്നായി ഞങ്ങൾ ബുദ്ധിമുട്ടി. ഇപ്പോൾ സിനിമ പൂർത്തിയായിരിക്കുകയാണ്. ആ സിനിമ ഈ വരുന്ന ഏപ്രിൽ 17-ാം തീയതി ഈസ്റ്ററിന് തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു മധുരം ആസ്വദിക്കാൻ നിങ്ങളെയും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരെയും ഈ കേക്ക് സ്റ്റോറിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നിവിടെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത് ഈ സിനിമയിൽ 3 പ്രശസ്തരായുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ഗുരുതുല്യനായി കാണുന്ന ജെറി അഹമ്മദ് സാർ. അദ്ദേഹം ഒരു 35 വർഷം മുമ്പ് ഞാൻ ശശിമോഹൻ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹമായിരുന്നു ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ആ ബന്ധം ഇന്നും ഞങ്ങൾ തമ്മിൽ തുടരുന്നു. എനിക്കൊരു അച്ഛനോടുള്ള ബന്ധമാണ് ജെറി സാറിനോടുള്ള. എനിക്ക് സാറിനെ കാണുമ്പോൾ ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരാറുള്ളത്. സാറിൻ്റെ മ്യൂസിക്കാണ്. സാറിൻ്റെ മ്യൂസിക്കിന് കോമ്പിനേഷൻ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മയാണ്. ആ ഗാനം ആലപിച്ചിരിക്കുന്നത് സുജേതയും അദ്ദേഹത്തിന് അനൂപ് കൃഷ്ണ അവർ രണ്ടുപേരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അടുത്ത മ്യൂസിക് ഡയറക്ടർ SP വെങ്കടേഷ് സാറാണ്. SP വെങ്കടേഷ് എൻ്റെ ആദ്യത്തെ പ്രിയപ്പെട്ട ബുക്ക് തൊട്ടുള്ള പടങ്ങൾ, ഒരുപാട് പടങ്ങളുടെ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. മറ്റൊന്ന് റോണി റാഫേൽ. റോണി ഇവിടെ ഉണ്ട്. റോണി തന്നെയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യുന്നത്. റോണിയുടെ ഒപ്പം വിവേക് മുഴക്കുന്നാണ് എഴുതിയിരിക്കുന്നത്. ഹരിശങ്കറാണ് പാടിയിരിക്കുന്നത്. SP സാറിൻ്റെ പാട്ട് പാടിയിരിക്കുന്നത്
മധു ബാലകൃഷ്ണനും യാസിനുമാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ 5 പാട്ടുകളാണ് കേസ് സ്റ്റോറിയിലുള്ളത്. കേസ് സ്റ്റോറിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പറയേണ്ടതില്ല. കേസ് സ്റ്റോറി വരികയാണ്, നിങ്ങൾ കാണണം, കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സ്വാഗതമാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി എനിക്ക് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടായി മാറിയിരിക്കുകയാണ് മിനിസ്റ്റർ രാംദാസ് അത്തേവാലജിയോട്. കാരണം ഒരു പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനായി അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ആ തിരക്കിനിടയിൽ ഇവിടെ എറണാകുളത്തേക്ക് നമ്മുടെ പ്രോഗ്രാമിനെ മാത്രം എത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം ഡൽഹിക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തെ മോസ്റ്റ് വെൽക്കം സാർ. ഇതെനിക്ക് സാധ്യമാക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, 25 വർഷമായി എൻ്റെ സൗഹൃദത്തിലുള്ള രാജീവ് മേനോൻ, RPI പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറിയാണ്. രാജീവിന് സ്വാഗതം. പാർട്ടിയുടെ തന്നെ വൈസ് ചെയർമാനായ നുസ്രത് ജഹാന് സ്വാഗതം. ഈ പടത്തിലെ നായകവേഷം ചെയ്ത ബാബു അനിലിക്ക് സ്വാഗതം. എൻ്റെ മകളുടെ കഥാപാത്രം, മകളാണ് ഇതിനകത്ത് ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, അവളുടെ കഥാപാത്രത്തിന്റെ നായകനായിട്ട് അഭിനയിച്ച അരുൺ കുമാറിനെ സ്വാഗതം. നീന, വേദയുടെ അമ്മയായിട്ട് അഭിനയിച്ച നീന കുറുപ്പിന് സ്വാഗതം. എൻ്റെ ബിസിനസ് പാർട്ണറായ ജയന്ത് കുമാറിന് സ്വാഗതം. എൻ്റെ ഗുരുവായിട്ടുള്ള എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചിട്ടുള്ള ആദം അയ്യൂബ് സാറിന് സ്വാഗതം. എൻ്റെ ചിത്രത്തിൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്നോടൊപ്പം ഇതിലെല്ലാത്തിനും സഹായിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരൻ രാജശ്രീ ഫിലിംസിൻ്റെ രമേഷ് കുമാറിന് സ്വാഗതം. പിന്നെ എന്നോടൊപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് വളരെ അടുപ്പം തോന്നിയൊരു വ്യക്തി ഈ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഷൂട്ടിങ് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര രസം തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങളെ നായകനാക്കി പോലും ഞാൻ ഒരു ചിത്രം ചെയ്തേക്കാം. അത് മറ്റാരല്ല, മേജർ സർ. സ്വാഗതം. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത കഥാപാത്രം അദ്ദേഹം ഇന്നുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമായിരുന്നു. വളരെ ഈസി ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അദ്ദേഹത്തിന് സ്വാഗതം. എൻ്റെ കൂട്ടുകാരൻ ഡയറക്ടർ സർജുലിന് സ്വാഗതം. മമ്മാലിക്ക സ്വാഗതം. സാലി സ്വാഗതം. അങ്ങനെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്നിട്ട് കണ്ണൻ താമരക്കുളം, അതേപോലെ വിട്ടുവെച്ചിട്ട് ക്ഷമിക്കുന്നുണ്ട്. കണ്ണൻ താമരക്കുളം അങ്ങനെ തുടങ്ങി എല്ലാവർക്കും സ്വാഗതം. ഈ സമയത്തിന് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് മനുഷ്യക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഈ ചിത്രം കേസ് സ്റ്റോറി എൻ്റെ മകളുടെ ആദ്യത്തെ ചിത്രമാണ്. അവൾ അഭിനയിക്കുന്നതും അവൾ തിരക്കഥ എഴുതുന്നുള്ള ആ ചിത്രമാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ തന്നെയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. തിയേറ്ററിൽ എല്ലാവരും നിങ്ങൾ പോയി കാണണം. ഒരിക്കൽ കൂടി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മീഡിയ ആൾക്കാർക്കും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന മഞ്ജു അങ്ങനെ തുടങ്ങി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്നെ മറന്നു, പേര് മറന്നു, പോട്ടെ, കുഴപ്പമില്ല. സോ എന്റെ പേര് മഞ്ജു. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇനി ആരും മറക്കരുത്. ചിത്രവേദ ആൻഡ് JKR ഫിലിംസ് പ്രസൻസ് കേക്ക് സ്റ്റോറിയുടെ ഓഡിയോ ആൻഡ് ട്രെയിലർ ലോഞ്ച് ഇവന്റ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ സ്വപ്നമാണ്. ശരിക്കും വേദയോട് സംസാരിക്കുമ്പോൾ വേദ പറഞ്ഞത്, വേദയോടാണ് ഞാൻ ആദ്യം സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്, ഈവെന്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ വേദ പറഞ്ഞത്, ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, കഥയിൽ ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്, പക്ഷെ എന്നെ പിടിച്ച് ഇവരെല്ലാവരും കൂടെ ആക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അതിലെന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല എന്ന്. കാരണം ആൾക്ക് ഒരു ഭയങ്കര ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കേട്ട കഥകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ സ്റ്റോറിയിൽ ഉള്ളൊരു എന്താ പറയാ ഒരു കോൺഫിഡൻസ്. കാരണം വേദ തന്നെ പറഞ്ഞതാണ്, വേദ ആക്ച്വലി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ സ്റ്റോറി ഫിനിഷ് ആയി കഴിഞ്ഞ് സ്റ്റോറി ആദ്യം കേൾപ്പിക്കുന്നത് മലയാളത്തിന്റെ വൺ ആൻഡ് ഓൺലി ശ്രീനിവാസൻ സാറിനെയാണ്.
ശ്രീനിവാസൻ സാർ ആക്ച്വലി ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമയാണ്, പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന് വയ്യാണ്ടായത്. അന്ന് ഈ സ്റ്റോറി വായിച്ചു കഴിഞ്ഞ് ഇത് എഴുതിയ ആളെ കാണണമെന്ന് സുനിൽ സാറിനോട് ശ്രീനിവാസൻ സാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അത് വായിച്ച് ശ്രീനിവാസൻ സാറിനെ പോലെ കഥ എഴുതുന്ന മൾട്ടി ടാസ്കറായ മൾട്ടി ടാലന്റഡ് ആയ ഒരു ആക്ടർ അത് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറിയുടെ ഒരു കൺവിൻസിങ് പവർ ഉണ്ടല്ലോ, അത് നമ്മൾ മനസ്സിലാക്കണല്ലോ. വേദ ചെന്നു കണ്ടു, വേദയെ കൈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അനുഗ്രഹം കിട്ടിയ ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് ആക്ച്വലി കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. സോ പ്രൗഡ്ലി ഇനി വേണ്ടത് വേദയാണ് സ്റ്റേജിൽ. കാരണം ദ വുമൺ ബിഹൈൻഡ് ദ സ്റ്റോറി, കേക്ക് സ്റ്റോറിയുടെ ആക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ Veda Sunil on stage. എല്ലാവർക്കും നമസ്കാരം. കേക്ക് സ്റ്റോറി എൻ്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ്. ആസ് ആൻ ആക്ട്രസ് എന്നുള്ള രീതിയിലും ഒരു ഫസ്റ്റ് പ്രൊജക്റ്റാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും എന്തായാലും വേണം. ഞാൻ മഞ്ജുശേഷി പറഞ്ഞ പോലെ ഷോർട്ട് സ്റ്റോറീസ് എഴുതാറുണ്ട്, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടി സ്ക്രിപ്റ്റും എഴുതുന്നുണ്ട്. കേക്ക് സ്റ്റോറിയിലേക്ക് എത്തപ്പെട്ടത് അച്ഛൻ പറഞ്ഞ പോലെ കോവിഡ് ടൈമിലുള്ള ഹോം ബേക്കേഴ്സിൻ്റെയും കേക്കിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ടൈമിൽ ഞാനും ഒരുപാട് കേക്കുകളൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിരുന്നു, അത്യാവശ്യം സക്സസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നാണ് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു തീം വരുന്നത്. ആ തീമിൽ ഡെവലപ്പ് ചെയ്ത് ഇതായിരുന്നിപ്പം റിലീസിലേക്ക് എടുക്കുന്നു, അതൊരു ഓഡിയോ ലോഞ്ചിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ്. കാരണം ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഹോണറബിൾ മിനിസ്റ്റർക്ക് ഒരു വലിയ താങ്ക്സ്, ബിക്കോസ് നമ്മുടെ ഓഡിയോ ലോഞ്ചിന് ഇവിടെ എത്തി എന്നുള്ള ഒരു രീതിയിലാണ്. ഈ കേക്ക് സ്റ്റോറി എന്ന് ഉള്ള സിനിമ ഈ പേര് പറയുന്ന മാതിരി ഉള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് ആക്ച്വലി വരുന്നത്. ഒരു 2 കാലഘട്ടത്തിൻ്റെ പ്രണയം ഇതിലൂടെ പോകുന്നുണ്ട്. ഈ കഥയിലെ മെയിനായിട്ട് നമ്മുടെ കഥയിലെ മെയിൻ ഹീറോ, എൻ്റെ കഥയിലെ മെയിൻ ഹീറോ കേക്കാണ്. ആ കേക്ക് ഒരു പ്രണയത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മളിപ്പോൾ എല്ലാ ഒക്കേഷനിലും കേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേക്ക് ആയാലും ഇപ്പോൾ സാഡ് ആയിട്ടുള്ള ഒക്കേഷൻസിനായാലും എല്ലാത്തിനും നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. സോ ഈ സ്റ്റോറി എല്ലാവർക്കും കണക്റ്റ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ വെരി താങ്ക്സ്. So I'll start with Babu Anthony sir. So please come on to the stage to bless Cake Story. താങ്കളുടെ എക്സ്പീരിയൻസ് പറയാൻ കേക്ക് സ്റ്റോറിയെ കുറിച്ചിട്ട്. That is Babu Anthony on stage. So please. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നതിന് എല്ലാവർക്കും നന്ദി. പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വില്ലനാണെന്നോ ഹീറോ ആണെന്നോ. ഞാനിവിടെ ഹീറോ ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി നമ്മുടെ വില്ലനായി. കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സബ്ജക്റ്റാണ്. ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത് അനുസരിക്കുന്ന കുറച്ച് മനോഹരമായ സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ എന്ത് വേഷം ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, മുഖ്യ കഥാപാത്രമാണ്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പോയിട്ട് എനിക്ക് ഒരടി കൊടുക്കാൻ തോന്നി. ഞാൻ എൻ്റെ പേര് കണ്ടു കഴിഞ്ഞു എനിക്കിട്ട് തന്നെ അങ്ങനെ അല്പം ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഞാനും സുനിലുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ഗാന്ധാരി എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് സൂപ്പർ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ത, ഭരണകൂടം, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. വീണ്ടും കുറച്ച് പ്ലാനുകളൊക്കെ മുന്നോട്ടുണ്ട്. അപ്പോൾ വലിയ എല്ലാവർക്കും നന്ദി. ഹോണറബിൾ മിനിസ്റ്ററും അവരുടെ എല്ലാ അംഗീകാരങ്ങൾക്കും കൂടെ വന്നതിന് നന്ദി. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി. നമസ്കാരം. താങ്ക് യു. ബഹുമാനപ്പെട്ട സെൻട്രൽ മിനിസ്റ്റർ, ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്തായാലും ബാബുവിന് ശേഷം യൂണിയനിക്ക് ഒരു അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. വീണ ആന്റണിയെ സിനിമയ്ക്ക് വിളിച്ചതാണ്, വരാൻ പറ്റില്ല. അങ്ങനെ ആന്റണിമാരൊരു പടം തന്നെ ഉണ്ട് സിനിമയിൽ. എന്തായാലും ഞാൻ എൻ്റെ സിനിമയുടെ തുടക്കകാലത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും സംവിധാന സ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് മദ്രാസിൽ നിൽക്കുന്ന സമയത്ത് അന്നൊരു നവാഗത സംവിധായകൻ ഉണ്ടാകുന്നു. നമ്മുടെ ബഹുമാനാണ് സുനിൽ കാരന്തൂർ. ചിത്രം പ്രിയപ്പെട്ട കുക്കു, തങ്കച്ചൻ പറഞ്ഞിട്ട് ദേവസാചാര്യൻ്റെ മോൻ നിർമ്മിക്കുന്ന സിനിമ
ആ സിനിമ ജ്യോതിഷനൊക്കെ അഭിനയിച്ചു, നല്ല പാട്ടുകൾ, പടം ഭയങ്കര ഹിറ്റായി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അതും ചെയ്ത സിനിമ മാനസ കൊട്ടാരം. അന്ന് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായി. അപ്പോൾ മാനസ കൊട്ടാരം ഭയങ്കര ഹിറ്റാണ്. അതിലൂടെ ദിലീപ് എന്ന് പറയുന്ന നടനൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കുള്ള ദിലീപ് നല്ല റോളാണ്. ആദർശ, ഖുഷ്ബു, സുരേഷ് ഏട്ടൻ ഗസ്റ്റ് അപ്പിയറൻസ്. അങ്ങനെ ആ സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നെ എനിക്ക് ഒരുപാട് ഭഗവട്ടം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അതിന് സിനിമയാണ് ഗാന്ധാരി. മാധവി, ബാബുവേട്ടൻ ടീം, ചാരുഹാസൻ സാറ്, അങ്ങനെ വലിയ ടീം അഭിനയിച്ച സിനിമ. ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ബഹുമാനവും സ്നേഹവും ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ സുനിലേട്ടനോട് എനിക്കുണ്ട്. അദ്ദേഹം കുറച്ച് നാളിന് ശേഷം വീണ്ടും ഒരു അറ്റംപ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അതിലെനിക്ക് ഭാഗമാകാൻ കഴിയുന്ന ഭാഗ്യമായി ഞാൻ കരുതുന്നു. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രതിഭ വെളിവാക്കാൻ പറ്റുന്ന, കാരണം ഒരുപാട് യൂട്യൂബ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സംവിധായകൻ, കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന സംവിധായകൻ, നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. Good evening, ladies and gentlemen. മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വിത്ത് ഓൾ യുവർ പെർമിഷൻ, നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഹി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. സോ വിത്ത് യുവർ പെർമിഷൻ ക്യാൻ ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി? താങ്ക് यू सो मच. अडवाले साहब, पहले तो आपके बारे में बता दूं, बिकॉज जब भी पार्लियामेंट सेशन चलता है, मैं जब भी आपका स्पीच जब आता है, स्पेशली वो जो आपने राइट से लेफ्ट आया था, वही कहानी जो मोदी जी को बैठा के जो हंसाया था, मैं जब भी टेंशन में होता ना, वो रिवाइंड करके मैं निकाल के देखते रहता हूँ. तो अडवाले साहब इज अ वेरी गुड humorous person, and when he says the humor, I mean the comical part, he's so serious, everyone laughs. That's the best part of it. You can be a good actor, sir. Thank you so much. Anyway, regarding this film, as they said, sir, Johnny Anthony is famously known for the fatherly characters, and is a much better actor than me. But then why Sunil selected me, that I don't know. I haven't done this kind of a role. I'm doing a role like this first time. Father and daughter came, especially, and when I was in the hospital, I was coming out of the lift and both of them were standing, and they just narrated this story in the veranda, and later on yes, okay, but when I started doing it, I knew that you had something in your mind when you gave me the character, and especially I felt I was acting with my own daughter, and I was acting with her, and the way she used to call me, because whenever I used to go to the set, she would come, Acha. I said, Ninda Tanda Appartundadi. So that was a kind of relation that we enjoyed shooting over there. There was a lot of ups and downs with her, but then still, it was a fantastic moment, sir. I wish all the best to the father, daughter, and the family, and the entire team. Thank you so much, and you really made this forum a big with Advale Saab ka jo presence hai. And thank you so much for coming and honoring us, sir. Thank you so much, and God bless you all. God bless all of us. Thank you so much. Thank you. Jai Hind. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ. സുനിൽ സാറിനെ പോലെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെയും വളരെയധികം ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറിൻ്റെ മൂവിയിൽ നായകനായിട്ട് അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കൂടാതെ ജോണി ചേട്ടൻ്റെ മകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ജോണി ചേട്ടൻ്റെ സൈക്കിൾ എന്ന സിനിമയിൽ ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, ജോണി ചേട്ടൻ ഡയറക്ട് ചെയ്ത പടത്തിൽ. ഇപ്പം ഞാൻ ജോണി ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റും കഥ പറയുന്ന രീതിയും എല്ലാം ഭയങ്കര, നേരത്തെ പറഞ്ഞ കേക്ക് പോലെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഈ വരുന്ന ഏപ്രിൽ 19 തിയേറ്ററിൽ റിലീസാവുന്ന പടം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവിധ സപ്പോർട്ടും തരിക. താങ്ക് യു. കേക്ക് സ്റ്റോറി മൂവിയുടെ ഓഡിയോ ലോഞ്ച് ആണ് നടക്കാൻ പോകുന്നത്. Thank you so much. അടുത്തതായി I would like to welcome
actor, producer Sheelu Abraham ma'am. Ma'am, please. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ കേക്ക് സ്റ്റോറി എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിൻ്റെ ഭാഗമായി ഇവിടെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു കുടുംബത്തിൻ്റെതാണ് ഈ ചിത്രം. സുനിൽ സാറിനെ ഒരുപാട് നാളായിട്ട് അറിയാം. അദ്ദേഹത്തിനോടൊപ്പം നമ്മുടെ പ്രൊഡക്ഷനിൽ തന്നെ ഒരു സിനിമ ഒരുപാട് പ്ലാൻ ചെയ്തു, പക്ഷേ എന്തോ നടക്കാതെ പോയി. അപ്പം സുനിൽ സാർ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ബാബു അന്നി ചേട്ടൻ, മേജർ രവി ചേട്ടൻ, എല്ലാവരും, നീന ചേച്ചി, എല്ലാവരും വളരെ അടുപ്പമുള്ളവരാണ്. അപ്പം എൻ്റെ എല്ലാവിധ ആശംസകളും ഈ ഒരു സിനിമയ്ക്ക്. തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കാണും. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ജയന്ത് കുമാർ, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുപാട് വർഷമായിട്ട് അടുപ്പമുണ്ട്. ദുബായിലൊക്കെ വെച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ചേച്ചി, എല്ലാവർക്കും എന്താ പറയുക, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. Next on stage, I'd like to welcome actor, producer Badusha sir on stage. എല്ലാവർക്കും നമസ്കാരം. സുലേട്ടനുമായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള ബന്ധമാണ്. സുലേട്ടൻ ഇത് ആദ്യം ഈ സിനിമയല്ല, വേറൊരു സിനിമയാണ് പ്ലാൻ ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അതൊരു വലിയ സിനിമയായിരുന്നു. ഇതിനിടയിൽ എന്നെ വിളിച്ചിട്ട് നമുക്കൊരു കൊച്ചു സിനിമ ചെയ്താലോ എന്ന് ചോദിച്ചിട്ടാണ് വീണ്ടും വിളിക്കുന്നത്. അങ്ങനെ സുലേട്ടനും വേദയും ഞാനും കൂടി ഇരിക്കുന്നു. ആ സമയത്താണ് ഈ സബ്ജക്റ്റ് പറയുന്നത്. സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടതിന് ശേഷം രണ്ടുപേരും ചോദിച്ചതിനകത്തൊരു നായിക വേണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സജഷൻസ് വന്നപ്പോൾ ഞാൻ സുലേട്ടനോട് ചോദിച്ചു, എന്തിനാ പുറത്ത് വരെ നായികനെ നോക്കി പോണത്, നമ്മുടെ കൂടെ തന്നെ ഇരിപ്പില്ലേ, നമുക്ക് വേദന തന്നെ ആക്കിക്കൂടെ എന്ന് അന്ന് സുലേട്ടനോട് ചോദിച്ചു. അപ്പോൾ മലയാള സിനിമയ്ക്കൊരു തിരക്കഥാകൃത്തിനെയും ഒരു നായികയും കൂടി പുതിയതായിട്ട് ലഭിക്കുകയുണ്ടായി. ഏതായാലും ഈ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു സിനിമയാണ്. ഈ സിനിമ ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലയാള സിനിമ ഇപ്പോൾ വിവാദങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോസ്റ്ററിൽ ഞാനൊരു വിവാദം കണ്ടു. അപ്പുറത്ത് മല്ലിക ചേച്ചി, ഇപ്പുറത്ത് മേജർ സാർ. ഓക്കെ, താങ്ക് യു.